ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടാലോ? ഇതിനു മുമ്പുള്ള പല ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പുട്ട്. അപ്പോൾ പല ടൈപ്പ് പുട്ട് അല്ലെങ്കിൽ പുട്ടിൻ്റെ കോമ്പിനേഷനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. പുട്ടും മുട്ടക്കറിയും, പുട്ടും ചിക്കൻ കറിയും, പിന്നെ പഴം പുട്ട്, ഗോതമ്പ് പുട്ട്, ചെമ്പ പുട്ട്. അപ്പോൾ കുറേ പേര് നമുക്ക് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു കോമ്പിനേഷനായിരുന്നു ഇറച്ചിപ്പുട്ട്. അപ്പോൾ ഇന്ന് ഞാനതൊന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ച് ബീഫ് ഉണ്ടാക്കിയതിൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചുള്ളൂ, ഈ കാണുന്ന പാത്രത്തിൽ കാണുന്ന അളവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ നേരത്തെ നമ്മുടെ ബീഫ് കീമയില്ലേ, മിൻസ്ഡ് ബീഫ്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധാരണ ബീഫാണെങ്കിലും അല്പം കൂടെ വേവ് കൂടുന്നതാണ് നല്ലത്. അതായത് ഇങ്ങനെ കടിച്ചു മുറിക്കുന്ന പരുവത്തേക്കാളും അല്പം കൂടെ വേവിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ആ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അടിയിൽ ഒരു ലെയർ ബീഫും പിന്നെ പുട്ടുപൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 2-3 ലെയർ ആക്കാം കേട്ടോ. ആദ്യം പുട്ടുപൊടി, പിന്നെ ബീഫ്, പിന്നെ പുട്ടുപൊടി, അങ്ങനെ ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചിരട്ടപ്പുട്ട് ചെറുതായതുകൊണ്ട് ഒരുപാട് അങ്ങനെ ലെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ 2 ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന പുട്ടുപൊടി ഡബിൾ ഹോഴ്സിൻ്റെ വെള്ള പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ ആ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് തന്നെ വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. കുറേ നാൾ കൂടിയാണ് ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ കാലാവസ്ഥ വരുന്നത്. പയ്യെ പയ്യെ ചൂടൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പുട്ടിന് ആവി വന്നു. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ പയ്യെ പിന്നീടേ കഴിക്കുന്നുള്ളൂ എങ്കിൽ കാസറോളിലേക്ക് മാറ്റിക്കോട്ടോ. പക്ഷേ ഇവിടെ അതിനൊന്നും വെയിറ്റ് ചെയ്യാറില്ല. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ എടുക്കുന്ന ബീഫില്ലേ, ആ ബീഫിന് നെയ്യ് കൂടുതലാണ്, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ കൂടുതലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യത്തെ ലെയർ പുട്ടുപൊടി ഇടുന്നതാട്ടോ നല്ലത്. അല്ലെങ്കിൽ ആവി കയറ്റാൻ വയ്ക്കുമ്പോൾ ആ നെയ്യ് താഴോട്ട് ഊർന്നിറങ്ങിയിട്ട് പാത്രത്തിൻ്റെ മുകളിലാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിവിടെ ബീഫ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി. ഞാൻ വേണമെങ്കിൽ ഇവിടെ മേളിൽ കാർഡായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് വരട്ടി എടുത്തിരിക്കുന്ന ബീഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ബീഫ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ആവി കയറ്റിയിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിലും എല്ലാ സാധനത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ പുട്ട് അങ്ങോട്ട് നീക്കി വെക്കാൻ വിട്ടുപോയ കാരണം മറ്റേത് അതിൻ്റെ മുകളിലായിപ്പോയി. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഷേപ്പിനല്ലേ മാറ്റം വന്നോളൂ. അപ്പോൾ ഞങ്ങളുടെ പുട്ടും ചായയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഈ കപ്പ് ഓർക്കുന്നില്ലേ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുതിയ കപ്പാണ്. അപ്പോൾ ഈ കപ്പ് കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലിങ്ക് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ അകത്ത് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഇറച്ചിപ്പുട്ടിനെ കുറിച്ച് പറഞ്ഞു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇച്ചാനും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞേ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയൂണിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ നൊയമ്പ് കാലം ആയതുകൊണ്ട് പിന്നെ കുറേ പേരൊക്കെ വെജിറ്റേറിയൻ റെസിപ്പീസ് ഒരുപാട് ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലും കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്. ഇന്ന് ഉച്ചയ്ക്കും കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് കടച്ചക്ക വറുത്തരച്ച് വെക്കാമെന്നാട്ടോ കരുതുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയ വീഡിയോ കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടച്ചക്കയാണ് കേട്ടോ ഇത്. നിങ്ങളുടെ നാട്ടിലേക്കും ഇതിന് കടച്ചക്ക എന്ന് തന്നെയാണോ പറയുന്നത്? ചില സ്ഥലങ്ങളിലേക്ക് ശീമച്ചക്ക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇതൊന്നും അല്ലാതെ പുതിയൊരു പേര് ഇതിനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം ഇതുപോലെ ഓരോരോ നമ്മുടെ നാട്ടിൽ ഓരോ സാധനങ്ങൾക്കും ഒരു നാടൻ ശൈലിയിൽ വേറെ വേറെ പേരുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അതിങ്ങനെ കമൻസ് ഓരോന്ന് കാണുമ്പോഴാണ് ഇതിനൊക്കെ ഇങ്ങനെയും പേരുണ്ടായിരുന്നോ എന്ന് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും പുതുതായിട്ട് ശീമച്ചക്കാന്നും കടച്ചക്കാന്നൊന്നും അല്ലാതെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി ഇനി അതൊന്ന് നുറുക്കി ഞാൻ വെള്ളത്തിലേക്ക് ആട്ടോ ഇടുന്നത്. കാരണം ഒരു ചക്ക പോലെയൊക്കെ തന്നെയല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ അത് പശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിടുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഞാനിപ്പോൾ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പക്ഷേ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അത്രയും എനിക്ക് ഈ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലിട്ടതൊന്ന് കഴുകി വാരി
ഞാൻ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പോവാണ് പകുതി. അത് ഞാൻ ഇനി അടുത്ത ദിവസം കടച്ചക്ക തോരൻ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച കടച്ചക്ക തീരെ ചെറുതായിരുന്നു, 1 കിലോ ഒന്നും ഉണ്ടായിരുന്നില്ല, 1/2 കിലോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. എങ്കിൽ പോലും എനിക്ക് 2 നേരം നല്ല അളവിൽ കറി വെക്കാൻ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ പകുതി എടുത്ത് ഞാൻ കുക്കറിലിടുകയാണ്. കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുന്ന രീതിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി വേവിക്കാൻ നേരത്ത്. പിന്നെ കുറച്ച് വെള്ളം, അപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയി എന്നൊരിക്കും കുഴപ്പമില്ല, നമ്മുടെ കറിയുടെ ചാറിലേക്ക് അത് എടുക്കാം. അപ്പോൾ ഞാനിന്ന് കുക്കറിൽ വിസിൽ കേൾപ്പിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി അപ്പടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേച്ചി ചെയ്ത ഒരു വീഡിയോയിൽ നമ്മുടെ മട്ട അരി കുക്കറിൽ വേവിച്ചപ്പോൾ പുറത്തേക്ക് തൂവി പോകുന്നുണ്ട്, എന്താ അതിനൊരു പ്രതിവിധി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് പേര് കുറേ ടിപ്സ് പറഞ്ഞു തന്നു കേട്ടോ. അതിലേതെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കുന്നതാണ്. ഇത്രയും എന്താ പറയുക, അതിനൊരു പ്രതിവിധി ഉണ്ടെന്ന് ഞങ്ങളത് കണ്ടപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി വറുത്തര ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. കാരണം വെളിച്ചെണ്ണ ചേർത്താൽ തന്നെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ചേർക്കാതെയുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ് മാറി തുടങ്ങുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും മുഴുവൻ മല്ലിയും ചേർത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്തു കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കളറായി തുടങ്ങി കഴിയുമ്പോൾ ഇനി നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറും, തേങ്ങയുടെ കളർ മാറും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വറുത്തരയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി, കാരണം ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത് വീണ്ടും അതിങ്ങനെ കറുത്ത് പോകും, അത് ചിലപ്പോൾ ഒരു കരിച്ചൊവ വരും. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇനി ഉച്ചത്തേക്ക് കുറച്ച് ഏത്തക്കായും പയറും ചേർത്തൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏത്തക്കായും പയറും ആയിട്ടുള്ള മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമോ എന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന്. ഇനി കുറച്ച് ചെറിയുള്ളി കൂടെ അരിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, അത് നമ്മുടെ വറുത്തരച്ച കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെറിയുള്ളിയൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. കാരണം ഈ തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടേ അത് പെട്ടെന്ന് മുളച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നന്നാക്കിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരയൊക്കെ ഒന്ന് തണുത്തു. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നാട്ടിലെ തേങ്ങയൊക്കെയാണ്, നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ ഇങ്ങനെ അരയ്ക്കുമ്പോൾ എണ്ണ നല്ലോണം തെളിഞ്ഞ് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഈ വാങ്ങിക്കുന്നത് ഫ്രോസൺ തേങ്ങയാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോസൺ തേങ്ങ. അത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ തെളിഞ്ഞ് കിട്ടത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒട്ടും മൂക്കാത്ത തേങ്ങയാണെന്ന് തോന്നുന്നു ചിരണ്ടി വിടുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അരയ്ക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ല കേട്ടോ, പൊടിയായിട്ടേ കിട്ടിയുള്ളൂ. എങ്കിലും ഞാൻ പക്ഷേ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ചട്ടിയിലാണ് കേട്ടോ വറുത്തരച്ച കറി ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ കറികളൊക്കെ ഈ തീയൽ വറുത്തരച്ച കറിയൊക്കെ എനിക്ക് ഇതുപോലത്തെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയത് ഈ ചട്ടിയിലായിരുന്നു. പിന്നെ നമ്മുടെ ചട്ടിച്ചോറ് അതും ഈ ചട്ടി തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും പാവയ്ക്ക തീയലും അല്ലെങ്കിൽ ചട്ടിച്ചോറിൻ്റെ ഒന്നും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ കാർഡ് ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. എളുപ്പത്തിൽ 1 മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവരത് പോയി കാണില്ലേ. അപ്പോൾ അത് കണ്ടാൽ മാത്രം പോരാ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രിപ്ഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാലേ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കടുകും നമ്മുടെ കറിവേപ്പിലയും നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും എല്ലായിട്ടും ഒന്ന് മൂപ്പിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഈ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതിനി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കടച്ചക്ക വേവിച്ചുണ്ടല്ലോ, ഒറ്റ വിസിൽ മതിയായിരുന്നു കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അധികം മൂക്കാത്ത കടച്ചക്കയാണെങ്കിൽ ചിലപ്പോൾ വിസിൽ കേൾപ്പിക്കണമെന്ന് പോലും ഉണ്ടാവത്തില്ല. പക്ഷേ എനിക്കിവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടി, ഒരുപാട് വെന്തുടഞ്ഞു പോയതുമില്ല, എന്നാൽ ആവശ്യത്തിന് വേവുകയും ചെയ്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ അകത്ത് കിടന്നൊന്ന് തിളക്കട്ടെ, എങ്കിലല്ലേ ആ കടച്ചക്കയുടെ ഉള്ളിലേക്ക് ആ എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറികളിലേക്ക് ചൂടുവെള്ളമേ ഒഴിക്കാമുള്ളൂ എന്ന് ഞാൻ എപ്പോഴും വീഡിയോ പറഞ്ഞത്, ഇനി പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നുണ്ടാവും.
അപ്പോൾ എത്രത്തോളം നമുക്ക് ചാറ് വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനൊപ്പം തന്നെ നമുക്ക് ഏത്തക്കായും പയറും കൂടെ ആയിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അത് ആ മെഴുക്കുവരട്ടിയിൽ എനിക്കിഷ്ടമാണ് അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ മെഴുക്കുവരട്ടിയിൽ കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രോസൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇവിടെ ഡെയിലി ഡിലൈറ്റിൻ്റെ ബ്രാൻഡിൻ്റെയാണ് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ്. ഈ സമയത്ത് നമ്മൾ കടച്ചക്കയിൽ വെള്ളമൊക്കെ ചേർത്തൊന്ന് തിളപ്പിക്കാൻ വെച്ചില്ലായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം ഞാനതിലേക്ക് വറുത്തര ചേർക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ കിട്ടുന്ന തേങ്ങ അത്ര മൂപ്പുള്ളതല്ലാത്തത് കൊണ്ട് നമുക്കിങ്ങനെ എത്ര എണ്ണ ചേർത്തിട്ടും അതിങ്ങനെ പൊടി പൊടിയായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. എങ്കിലും ഞാനത് ചേർക്കുകയാണ്. അതിങ്ങനെ കടിക്കാൻ മാത്രമൊന്നും കിട്ടിയില്ല കേട്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയിൽ ചേർത്തു. ഇനി അതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് എണ്ണ തെളിഞ്ഞ് മുകളിൽ വരുന്നതാണ് കേട്ടോ പാകം. നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ പാവയ്ക്ക തീയൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാനിവിടെ കാർഡിലിട്ടേക്കാം, അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ച ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് കായും പയറും ഒരുമിച്ച് തന്നെ ചേർത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് മൂപ്പിക്കുമ്പോൾ ആ മെഴുക്കുവരട്ടിക്കൊരു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയെല്ലാം മെഴുക്കുവരട്ടി ഉണ്ടാക്കിയേക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. നമ്മൾ ആദ്യം ഒന്ന് തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ കായയും പയറും ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വറുത്തരച്ച് കടച്ചക്കക്കറി അപ്പോൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചട്ടിയിലായതുകൊണ്ട് ഓഫ് ചെയ്താലും ആ ചട്ടിയുടെ ചൂടുകൊണ്ട് കുറച്ചുകൂടെ നേരം കൂടെ കിടന്ന് തിളച്ചോളും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പയറും കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിട്ട് മാറ്റുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ജസ്റ്റ് നമ്മുടെ ചതച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കടുകും കറിവേപ്പിലേക്ക് ഒന്ന് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ മെഴുക്കുവരട്ടിയായി പെട്ടെന്ന് കറി റെഡിയായില്ലേ. ഈ നാടൻ വെജിറ്റേറിയൻ കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് പണി തീരും. വേവാനൊന്നും അധികം നേരം വേണ്ടല്ലോ പച്ചക്കറി, അതുകൊണ്ട് തന്നെ പണി എളുപ്പമാണ്. അപ്പോൾ ഞാൻ കടുകും നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ. അതും ചതച്ച മുളകും ചേർത്തു എരിവിന് വേണ്ടിയിട്ട്. മെഴുക്കുവരട്ടിയുടെ എരിവിന് ഞാൻ ആകെ കൂടെ ഈ ചതച്ച മുളക് മാത്രമാണ് ചേർക്കുന്നുള്ളൂ. പിന്നെ കറിവേപ്പില. അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നത് കൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ മൂപ്പിച്ചിട്ട് ഞാൻ ചേർക്കുകയാണ്. അങ്ങനെ ഇതാ മെഴുക്കുവരട്ടിയും റെഡിയായി കഴിഞ്ഞു. ഈ മൂപ്പിച്ച് ചേർത്ത് കഴിയുമ്പോൾ ഈ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എനിക്ക് ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ ഈ വറുത്തരച്ചല്ലാതെ തേങ്ങാപ്പാൽ ചേർത്ത് കടച്ചക്ക കറി ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തോരൻ ഉണ്ടാക്കാം. ഇനി വറുത്തര തന്നെ നമുക്ക് കറിയല്ലാതെ തോരൻ്റെ രൂപത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാം. എനിക്ക് കടച്ചക്ക എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ. കറികളെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇനി ഊണ് കഴിക്കാൻ തുടങ്ങാം. ദാ ടി വിയിൽ നോക്കിക്കേ, ടി വിയിലാണെങ്കിൽ ഒരു 100 കൂട്ടം വിഭവങ്ങളുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഉണ്ടാൽ തന്നെ പകുതി വയറ് നിറഞ്ഞു അല്ലേ. നമുക്കിവിടെ 16 കൂട്ടമൊന്നുമില്ല, പക്ഷേ ഈ ഉള്ള 2 കറി തന്നെ നമുക്ക് 16 കൂട്ടം കറിക്ക് തുല്യമാണ് കേട്ടോ. അപ്പോൾ നല്ല വറുത്തരച്ച കടച്ചക്ക കറിയും നമ്മുടെ ഏത്തക്കായയും പയറും കൂടെ ആയിട്ടുള്ള മെഴുക്കുവരട്ടിയും കൂടി ഒരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന സാധനമാണ് കടച്ചക്ക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇന്ന് എന്ത് കറി ഉണ്ടാക്കുന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മമാർക്കും വീട്ടമ്മമാർക്കൊക്കെ ഇപ്പോൾ ഒരാശ്വാസം കിട്ടിക്കാണില്ലേ. അപ്പോൾ ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും. ഊണൊക്കെ കഴിഞ്ഞ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തുനിന്ന് ഇങ്ങനെ എന്തോ ഒരു വാദ്യോപകരണം, ക്ലാരിനെറ്റൊക്കെ പോലെ എന്തോ ഒരു സൗണ്ട് തോന്നി. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇതാ 2 ചേട്ടന്മാരിങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്നു. സാധാരണ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഇരുന്ന് ഇതുപോലെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പോകുന്നതാണെന്ന്. അവർക്കിങ്ങനെ എല്ലാവരും കോയിനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്ന ശേഷം
ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാരുടെ ഉപജീവനമാർഗ്ഗമൊക്കെ കൂടെ മുടങ്ങി കിടക്കുന്ന സമയത്ത് അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ അത് അവർ നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മളും കൊടുത്തു കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഞാൻ വേറൊരു കാര്യം ഓർത്തെ. ഞങ്ങളുടെ ഈ സ്ട്രീറ്റിലല്ല, പക്ഷേ മിലാനിലെ തന്നെ പല തെരുവുകളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ മുമ്പിലൂടെ കൊറോണ ഒരു കാലത്ത് ഒരു പീക്ക് ടൈം ആയിരുന്ന സമയത്ത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഇറ്റലിയിലൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു. ഒരുപാട് കോവിഡ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറ്റലി. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഈ പ്രായമായവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ വീടുകളിൽ, അവരൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്നും കാണാൻ കഴിയാതിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് പാട്ടൊക്കെ പാടി അവർക്കൊരു ആശ്വാസം നൽകുമായിരുന്നു. അപ്പോൾ ആ കലാകാരന്മാർ വീണ്ടും ഞങ്ങൾ കാരണം ആർക്കെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ പാട്ട് പാടി നമ്മളേക്ക് ഒന്ന് മനസ്സൊക്കെ തണുപ്പിച്ച് സന്തോഷിപ്പിച്ച് പോയപ്പോൾ കുറച്ച് മധുരം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു ഈന്തപ്പഴം എടുക്കുക, അതൊന്ന് കീറിയിട്ട് അതിനുള്ളിലുള്ള കുരു എടുത്ത് കളയാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസ്കാർപോണെ ചീസ് ഉണ്ടല്ലോ, നമ്മുടെ തിരാമിസുലൊക്കെ ഉപയോഗിക്കുന്ന ആ ചീസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ചീസ് നമ്മുടെ പീസയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അതിലുപയോഗിക്കുന്നതല്ല കേട്ടോ, ഇതുപോലെ ഡെസേർട്ടിലോ അല്ലെങ്കിൽ സ്വീറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ചീസാണ്. എന്നിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു നട്ട്സ്, വാൾനട്ടോ കാഷ്നട്ടോ പിസ്തയോ അതും കൂടെ അതിനുള്ളിൽ ഫില്ല് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ജോസേൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഡേറ്റ്സും കാഷ്നട്ടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. പിന്നെ ചീസ് അത്ര നല്ല ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും വല്ലപ്പോഴൊക്കെ അല്ലേ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഈന്തപ്പഴമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും കുറേ നാളായാലോ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്ന്. വരുന്നുണ്ട് കേട്ടോ, നല്ല ഈന്തപ്പഴം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അടുത്ത് വരുന്ന വീഡിയോകളിൽ നമ്മുടെ ഈന്തപ്പഴ അച്ചാറിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.